ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അഷ്ടമി വ്ളോഗാണ്. വൈക്കത്തഷ്ടമി 12 ദിവസമാണുള്ളത്. അതിൽ നമ്മൾ 3-4 ദിവസം പോയിട്ടുണ്ടായിരുന്നു. എല്ലാ ദിവസത്തെയും കൂടെ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് ഒറ്റ വ്ളോഗിലായിട്ടാണ് ഇട്ടേക്കുന്നത്. ഇവിടെ നമുക്ക് വോയിസ് ഓവർ കൊടുക്കാനേ പറ്റത്തുള്ളൂ, കാരണം അത്രയും ക്രൗഡാണ്, അത്രയും തിരക്കാണ്. അതുപോലെ തന്നെ നമ്മളുടെ, അതായത് എൻ്റെയും കേശുവിൻ്റെയും ഒക്കെ ആദ്യത്തെ അഷ്ടമി എക്സ്പീരിയൻസ് ആണ്. ആദിത്യൻ പക്ഷേ ഒരു വട്ടം പോയിട്ടുണ്ട്. ഗൈസ്, ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് നമുക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റില്ല. ഇത് വൈക്കത്തഷ്ടമിയുടെ കുറച്ച് ബിറ്റ്സ് മാത്രമാണ്. ഞാൻ ഇടയ്ക്ക് ലൈവായിട്ടൊന്ന് വ്ളോഗ് ചെയ്യാൻ നോക്കിയതാണ്, പക്ഷേ ഫ്ലോപ്പ് ആയിപ്പോയി. എനിവേയ്സ്, വൈക്കം അമ്പലത്തിൽ പോയിട്ടുള്ളവർക്ക് അറിയായിരിക്കും. എൻ്റെ ഈ വ്ളോഗ് പോയിട്ടുള്ളവരും പോയിട്ടില്ലാത്തവരും കാണുന്നുണ്ടായിരിക്കും. വേമ്പനാട് കായലിൻ്റെ ഒരു സൈഡിലായിട്ടാണ് നമ്മുടെ അമ്പലം ഉള്ളത്. അവിടെ KTDC, വൈക്കം KTDC ഒക്കെ ഉണ്ട്. അപ്പം അമ്പലത്തിൻ്റെ കായലിൻ്റെ സൈഡിലുള്ള ആ ഒരു ഭാഗത്താണ് ഈ ഒരു ഫെസ്റ്റ് നടക്കുന്നത്. അവിടെ ഇങ്ങനെ ചെല്ലുമ്പോൾ തന്നെ ലൈവ് കുറച്ച് ഫ്ലോട്ടൊക്കെ ഇരിപ്പുണ്ട്, ഡിനോസർ, പരുന്തൊക്കെ. അതൊക്കെ കാണാനൊരു നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഫെസ്റ്റിൻ്റെ ഉള്ളിലേക്കൊരു എൻട്രി ഫീസ് വരുന്നത് ഒരു 60 റുപ്പീസാണ്. അകത്തൊരു അവതാർ വേൾഡ് അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ലൈവ് റോബോട്ടിൻ്റെ എക്സ്പീരിയൻസ്, പിന്നെ കുറേ കടകൾ. അതിന് അപ്പുറത്തായിട്ടാണ് നമുക്ക് റൈഡുകളുള്ളത്. റൈഡുകൾക്ക് എല്ലാം നമുക്ക് ചാർജ് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു അവതാർ വേൾഡ്. അപ്പം നമുക്ക് ഇതിനിടയിൽ നമ്മൾ എൻജോയ് ചെയ്ത കുറച്ച് വിഷ്വൽസ് ഒക്കെ ഒന്ന് കാണാം. അറിയോ? ഇടത് കഴിഞ്ഞൊക്കെയാ. ഞാറ് ഇത് അവിടുത്തെ വൺ ഓഫ് ദ മെയിൻ അട്രാക്ഷൻ ആയിരുന്നു. ഇത് സ്കൈ ഡൈൻ ആണ്. ക്രെയിൻ വെച്ചിട്ട് നമ്മൾ അത്യാവശ്യം നല്ല ഉയരത്തിൽ ഒരു ഡൈനിങ് എക്സ്പീരിയൻസ് ആണ്. അത് കണ്ടിട്ട് തന്നെ പേടിയാകുമായിരുന്നു. അതുപോലെ തന്നെ കൊച്ചു കുട്ടികൾക്കൊക്കെയുള്ള ഒരുപാട് റൈഡുകൾ അവിടെ ഉണ്ടായിരുന്നു. എല്ലാത്തിൻ്റെയും വിഷ്വൽസ് നമ്മൾ എടുത്തിട്ടില്ല. നമ്മൾ ഇവിടെ ഇപ്പോൾ ആ ഒരു വള്ളം പോലെയുള്ള ആ ഒരു റൈഡിൽ കയറാൻ പോവാണ്. അത്യാവശ്യം നല്ല പേടി ഉണ്ടായിരുന്നെങ്കിലും കേശു ആദിത്യനും നമുക്ക് വേണ്ട സപ്പോർട്ടൊക്കെ തന്ന് നമ്മൾ കയറി. അത് പക്ഷേ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസിഷൻ ആയിരുന്നു. ഞാൻ ഇതിനു മുമ്പ് ഓച്ചിറയിൽ കയറിയിട്ടുണ്ട്, പക്ഷെ അത് കുറേ വർഷത്തിന് മുമ്പായിരുന്നു. അപ്പം അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മുഖത്തെങ്കൾ മൂടുവാൻ കണിക്കൊന്ന മഞ്ഞണിയുന്നേ മണിക്കമ്മൽ തീർക്കുവാൻ ഒട്ടുകുത്തടി പുടവ ചുത്തടി ചിക്കാൻ ചിക്കാൻ ചെയ്ത പെണ്ണെ ചിക്ക ചിക്കാൻ മുത്തെടുക്കടി
മൊത്തത്തിലൊന്ന് ചൂടായത് കാരണം നമ്മൾ അത് കഴിഞ്ഞ് എല്ലാവരും ഓരോ ഐസ്ക്രീം ഒക്കെ മേടിച്ച് കഴിച്ചു. പിന്നെ അതിന് ശേഷം ശരിക്കും നമ്മൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. പക്ഷേ അവിടെ ഗൂഗിൾ പേ ചില റൈഡിലൊന്നും അവൈലബിൾ അല്ലാഞ്ഞതുകൊണ്ട് അന്ന് നമുക്ക് വേറെ റൈഡിലൊന്നും കയറാൻ പറ്റിയില്ല. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു. ഇതൊരു വേറൊരു ദിവസമാണ്. ഇത് ഞാനും എദോസ്കയും കൂടെ അന്ന് കയറാൻ പറ്റാത്ത റൈഡിലൊക്കെ കയറാനായിട്ട് പോയതാണ്. ഒരു 3Dയിൽ കയറി, പക്ഷെ അത് അത്ര വರ್ತല്ലായിരുന്നു. ഇത് പിന്നെ തൊട്ടിയാട്ടത്തിൽ കയറാൻ പോകുന്നതിന് മുമ്പുള്ള എൻ്റെ എക്സ്പ്രഷനാണ് ഇതൊക്കെ. എനിക്ക് പേടിയാണ് ഗൈസ്. ഓക്കെ, പേടിയാണെങ്കിലും അവസാനം നമ്മൾ കയറി ഒരു 2 റൗണ്ടൊക്കെ റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അത്യാവശ്യം കൂളാവും. പക്ഷേ ഇത് ഇവിടെ ഓച്ചിറയിലൊക്കെ ഉള്ളതിനെക്കാട്ടിലും നല്ല ഹൈറ്റിലായിരുന്നു. പക്ഷേ ഇതൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം, കാരണം എല്ലാവർക്കും പേടി ഉണ്ടാവും. പക്ഷേ നമുക്കിത് ചെയ്യാനുള്ളൊരു മൈൻഡാണ് നമ്മളെ ഇതിലൊക്കെ കയറാൻ നമ്മളെ എൻകറേജ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു മൈൻഡ് ഉണ്ടെങ്കിൽ നമുക്കൊരു റിസ്ക് എടുക്കാനൊക്കെ പറ്റും. എനിവേയ്സ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനുശേഷം നമ്മൾ മരണക്കിണറിലൊക്കെ കയറി. അപ്പോൾ ഞാൻ കൂടുതൽ വിഷ്വൽസ് ഒന്നും എടുത്തില്ല. പക്ഷേ സ്റ്റിൽ നമുക്ക് എൻ്റെ ഫസ്റ്റ് അഷ്ടമി ആയ കാരണം, അതുപോലെ തന്നെ വരാൻ പറ്റാത്തവർക്കും ഇപ്പം എൻ്റെ നാട്ടിലുള്ളവർക്കൊക്കെ അഷ്ടമി അത്രയും കണ്ടിട്ടില്ലായിരിക്കും. അപ്പോൾ എൻ്റെ വ്ളോഗ് കാണുമ്പോൾ അതിൻ്റെ ഒരു വൈബൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനിയാണ് ശരിക്കും അഷ്ടമിയുടെ ആ ഒരു ഫൈനൽ ഡേയിൽ നമ്മളൊരു നൈറ്റ് ഒരു 12 മണിയൊക്കെ ആയപ്പം അമ്പലത്തിൽ പോയി. അന്നാണ് ഒരു ഭക്തിസാന്ദ്രമായിട്ടുള്ള അഷ്ടമി ദർശനം, അഷ്ടമി വിളക്ക്. എനിക്ക് കൂടുതൽ പറയാൻ അറിയില്ല, എന്നാലും ഇത്രയും നേരം നമ്മൾ കണ്ടത് പുറത്തെ കാഴ്ചകളായിരുന്നു. ഇത് അമ്പലത്തിൻ്റെ ഉള്ളിലെ അഷ്ടമി ദിവസത്തെ രാത്രിയിലത്തെ ശരിക്കുള്ള വൈക്കത്ത് അഷ്ടമിയാണ് ഇപ്പോൾ കാണുന്നത്. എന്നെ സംബന്ധിച്ച് ഇത് ഭയങ്കര ഒരു അടിപൊളി. ഇതിൻ്റെ കൂടെ എനിക്ക് ഈക്വലൈസ് ചെയ്യാൻ വേറൊരു മൊമെൻ്റ് ഇല്ല, കാരണം അത്രയും ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു നിമിഷമാണ് അവിടെ നമ്മൾ കാണുന്നത്. തിരക്കിൻ്റെ കാര്യം ഞാൻ എടുത്ത് പറയേണ്ടതില്ല, കാരണം അത്രത്തോളം ക്രൗഡാണ്. കാരണം അമ്പലം തന്നെ അത്രയും ഏക്കറാണ്, എന്നാൽ പോലും അത്രയും ക്രൗഡാണ്. പോകുന്ന വഴിയിലൊക്കെ ഇങ്ങനെ മഹാദേവൻ്റെ കളങ്ങളൊക്കെ വരച്ചിട്ടുണ്ട്. എനിക്ക് കൂടുതൽ ഐതിഹ്യം പറയാൻ അറിയില്ല, എങ്കിൽ പോലും ഞാൻ അറിയാവുന്ന പോലെയാണ് ഇത് പറയുന്നത്. അതുപോലെ തന്നെ വിളക്കുകളൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ശരിക്കും അവിടെ മഹാദേവൻ്റെ മകനായിട്ടുള്ള സുബ്രഹ്മണ്യൻ ഉദയനാപുരത്തപ്പനെ കൂടി കണ്ട് അവർ യാത്ര പറയുന്ന ഒരു നിമിഷമാണ് വൈക്കത്തഷ്ടമി ദിവസം. പുലർച്ചെയാണിതൊക്കെ നടക്കുന്നത്. ശരിക്കും ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. റോഡിലൊക്കെ ഇങ്ങനെ ഒരുപാട് കിലോമീറ്ററുകൾ ദൂരെ നിന്ന് തന്നെ വിളക്കുകൾ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ അവിടുത്തെ ദേവീ ദേവന്മാരൊക്കെ ആനപ്പുറത്തേറി എല്ലാവരുടെയും അകമ്പടിയോടെ സന്തോഷത്തോടെ അമ്പലത്തിനുള്ളിൽ കയറി പിന്നെ നടക്കുന്ന കുറച്ച് കാഴ്ചകളൊക്കെയാണ് വൈക്കത്തഷ്ടമി. അപ്പോൾ എനിക്കിതൊരു കൈലാസം പോലെ തന്നെ തോന്നി. ഇത് വൺസ് നമ്മൾ ലൈഫിൽ കാണേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഭയങ്കര ലക്കിയാണ് ശരിക്കും. എനിക്ക് ഈ ഒരു ക്ഷേത്രത്തിന് ഇത്ര അടുത്ത് വന്ന് എനിക്ക് വിവാഹം കഴിച്ച് വരാൻ പറ്റിയതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. അപ്പോൾ ഇനി നമുക്ക് അഷ്ടമി ദിവസത്തെ കാഴ്ചകളൊക്കെ കാണാം. വാദ്യവൃന്ദങ്ങൾ വാനിലുയരുന്നുവോ, സ്വർണ്ണ കസ്തൂരി കനക കളഭങ്ങൾ കാറ്റിലുതിരുന്നുവോ. നമ്മൾ ശരിക്കും ഉദയനാപുരത്തപ്പൻ്റെ വരവേൽപ്പ് കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോരുന്നു. ഈ ആളുകളൊക്കെ പായും തുണിയൊക്കെ ആയിട്ട് അവിടെ കിടന്ന് ഉറങ്ങി പുലർച്ചെയുള്ള എല്ലാം കണ്ടിട്ട് പോകാനായിട്ട് ഇരിക്കുന്ന ആളുകളാണ്. ഇത് നമ്മൾ പുറത്തിറങ്ങിയതിന് ശേഷം അവിടുത്തെ ദേവന്മാരൊക്കെ ഇങ്ങനെ ഋഷഭ വാഹനത്തിലേറി വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ്. ഭയങ്കര ഭക്തിസാന്ദ്രമാണ്. നമുക്ക് ഇങ്ങനെ ഗൂസ് ബംസ് ഒക്കെ വരും. അപ്പം അത്രയും നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു വൈക്കത്തഷ്ടമി. ഒരിക്കൽ പോയാൽ നമുക്ക് വീണ്ടും വീണ്ടും പോകാൻ തോന്നും. അപ്പോൾ എനിക്ക് രാവിലെ വൈക്കത്തഷ്ടമി ദിവസത്തെ ദർശനവും കാണാൻ പറ്റി. അപ്പോൾ എനിവേയ്സ് ഇത് വളരെ നല്ല ഒരു മെമ്മറബിൾ എക്സ്പീരിയൻസ് ആയിട്ട് എൻ്റെ മനസ്സിൽ നിൽക്കും. നാഗഭൂഷിത പദങ്ങളും ചടുലതാളമോടു തിരുനടനവും ഭസ്മഭൂഷിത മുരസ്തരം പരിണധർമ്മവും ഫണിഗണങ്ങളും വാസുകി പരിവിശോഭിതം വിമലവക്ഷസുംഭവഭയാവനം ചന്ദ്ര
സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ അഷ്ടമി സ്പെഷ്യൽ വ്ളോഗ്. പറ്റുന്ന പോലെ തന്നെ ക്ലിപ്സൊക്കെ ആഡ് ചെയ്ത് ഒരു വ്ളോഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വ്ളോഗിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.